ഹായ് നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും വിജയത്തിനെ പറ്റി തന്നെയാണ്. TVKയുടെ വിജയം. എം ജി രാമചന്ദ്രൻ ഏതാണ്ട് 8 വർഷത്തോളം എടുത്തു അദ്ദേഹം ഒരു MLA ആയതിനു ശേഷം മുഖ്യമന്ത്രിയാവാൻ. കരുണാനിധി അദ്ദേഹം 20 കൊല്ലം എടുത്തു. എഴുത്തുകളും പാട്ടുകളും സിനിമയുമായി കഴിഞ്ഞ് അദ്ദേഹം ഒരു 20 കൊല്ലം എടുത്തു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവാൻ. ജയലളിത, അമ്മ എന്ന ടൈറ്റിൽ അറിയപ്പെടുന്ന ജയലളിത അവരെടുത്തത് ഏതാണ്ട് 8 കൊല്ലവും കുറേ കാലത്തെ AIADMKയുടെ അംഗത്വവും അതുപോലെ തന്നെ അതിലെ പ്രവർത്തനമാണ്. അതിനുശേഷം ആണ്ടവർ ഒരു സ്വന്തമായിട്ട് പാർട്ടി, കമലഹാസൻ ഒരു പാർട്ടി രൂപീകരിച്ചു, മക്കൾ നീതി മയ്യം. അദ്ദേഹത്തിന് ഒരിടത്ത് പോലും ജയിക്കാൻ പറ്റിയില്ല. നല്ല ആശയങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ DMK ആയിട്ട് ലയിച്ചു, അദ്ദേഹത്തിൻ്റെ പാർട്ടി ലയിച്ചു. ഇപ്പോൾ അദ്ദേഹം MP ആണ്, രാജ്യസഭ MP ആണ്. സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയ രാഷ്ട്രീയം പ്രഖ്യാപിച്ചുകൊണ്ട് രജനീകാന്ത് വന്നു. പക്ഷെ അദ്ദേഹം തൊട്ടു മുമ്പേ അദ്ദേഹം വിഡ്രോ ചെയ്തു. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം വിഡ്രോ ചെയ്തു. പക്ഷേ ജോസഫ് വിജയ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെത് ചരിത്രപരമായിട്ടുള്ള വിജയമാണ്. 240 അംഗങ്ങളുള്ള തമിഴ്നാട് ലെജിസ്ലേഷനിൽ അദ്ദേഹം ചെയർമാനായിട്ടുള്ള TVK 117 സീറ്റോളം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കന്നി അംഗത്തിൽ തന്നെ മുതലമൈച്ചർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ ആകിയ അത് നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആണ് ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ. അത് നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അത് നമ്മൾ വീക്ഷിക്കണം സ്വന്തം. അതൊരു ഹിസ്റ്റോറിക്കൽ മൊമെന്റാണ്. വിജയ് വെറും 26 മാസം മുമ്പ് പ്രഖ്യാപിച്ച TVK ഇപ്പോ തമിഴ്നാട്ടിലെ വലിയ കക്ഷിയായി മാറി അവര് ഭരണം പിടിക്കാൻ പോവുകയാണ്. അപ്പോ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ ഇത് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഒരു ഫെഡറൽ സംവിധാനം, നമ്മുടെ രാജ്യം ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. അവിടെ ഫെഡറൽ സിസ്റ്റത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ ആ പാർട്ടി പ്രഖ്യാപിച്ചു. അടുത്ത മൾട്ടി പാർട്ടി ഇതൊന്നും വരാതെ അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിലും പബ്ലിക് ലൈഫിലും ഒരുപാട് കരൂർ ദുരന്തമൊക്കെ നടന്നു. അതൊക്കെ ഓവർകം ചെയ്ത് അദ്ദേഹം മുതലമൈച്ചർ വിജയ് ആവാൻ പോവുകയാണ്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ